guys, welcome back to my channel. Welcome back to my YouTube channel. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാം. ഇവർ കുറേ നേരമായി പൊട്ടാറ്റോ ഫ്രൈ ചെയ്തായോ സോസ് കൂട്ടി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഫ്രൈ ഉണ്ടാക്കി തന്നു. എന്താ വേണ്ടേ? പൊട്ടാറ്റോ ഫ്രൈ. പൊട്ടാറ്റോ ഫ്രൈ. പൊട്ടാറ്റോ ഫ്രൈ. എന്നിട്ട് എന്ത് കൂട്ടി കഴിക്കാനാ? മറ്റേത് സോസ്. സോസാ? ശരിക്കും സോസ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ പറയുന്നത് അല്ലേ? എന്താ വേണ്ടേ? ഇനി ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളയാം. തൊലി ഇങ്ങനെ കളയണ്ടേ? ഇങ്ങനെ കളയേണ്ടത് കാണിച്ചെന്ന് മോനിക്കറിയില്ല. എനിക്ക് ആർക്കറിയാം. കൈമുറിയൂട്ടാ. എന്താ ചെയ്യണം? മതി. കൈമുറി തൊലിയൊക്കെ അവിടെ താഴ്ത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണോ ചെയ്യാ? കൈമുറി മിസ് ചെയ്ത് തരാം. മതിയായ നടക്കണില്ല. അപ്പൊ ഇതാ അവർക്ക് ഉള്ള പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടലമാവ് കലക്കാം. കടലമാവ് കലക്കിയിട്ട് പൊരിക്കാൻ നോക്കാം. കടലമാവ് ഏകദേശം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും മുളക് പൊടിയും. എന്തതിലോ വിശപ്പാ? വിശക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിക്കുക. ചോറ് കഴിക്കുക. ചോറ് മതിയാ? എന്ത് ഇതാ? എന്താ? അപ്പൊ ചോറല്ലേ? വിശക്കുന്നുണ്ടെങ്കിൽ ചോറ് എല്ലാരും കഴിക്കുക, അല്ലാണ്ട് ഇതെല്ലാം കഴിക്കുക. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വിശപ്പ് തുടങ്ങിന്നല്ലേ? ചോറിനാ? ഇതിലല്ല. പൊരിക്കാനായിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനത് പൊരിച്ചെടുക്കാം. ഇതപ്പം ഇങ്ങനെ ഉണ്ടാക്കി. ഷേപ്പൊന്നും നോക്കണ്ട, തട്ടിക്കൂട്ട് ഷേപ്പ് എന്നൊക്കെ. ഇതിൻ്റെ ഇത് കണ്ടിട്ട് ഷേപ്പ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട് എനിക്ക്? കാലൊന്നുമില്ല, ശരിക്കും കണ്ടിട്ട് താറാവിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. വെറൈറ്റി ഷേപ്പൊന്നും നോക്കില്ല കേട്ടോ, പിള്ളേർ പറ്റിക്കാനല്ലേ. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊന്നുമില്ല, ഗസ്റ്റിനൊന്നും കൊടുക്കാനല്ലല്ലോ. അപ്പം നമ്മൾ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടാക്കുക തന്നെ. അപ്പം പിള്ളേർക്ക് കൊടുക്കുക. എങ്ങനെയുണ്ട് ഇതിലു? സൂപ്പർ. വെൽക്കം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് റെഡിയായി. അത് മത്സരിച്ചിരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ഗുഡ്. ഓക്കെ, ഞാൻ പറയിപ്പിച്ചല്ല. ഷാൻഷൻ നാളെ മസ്കറ്റിലേക്ക് പോവും. അപ്പോൾ എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ആശി വന്നു കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഇനി ആഷിനെ വെയിറ്റിങ്. പിന്നെ ആശി വന്നിട്ട് പോകുമ്പോൾ കാണാം.